ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്, ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ അനലൈസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറണ്ട് ക്യാരക്ടറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം, നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ വൂൺസ് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്താണ്, ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ആദ്യമായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ വിട്ട് കളയുക. സോ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. കുറേ ആളുകളുടെ കുറേ കാര്യങ്ങളായിരിക്കും ഇതിൽ പറയുക. നിങ്ങൾക്ക് വേണ്ടിയത് മാത്രം എടുക്കുക. ഓക്കെ, സോ നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേർണി, നിങ്ങളുടെ ലൈഫ് ജേർണി എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അവരുടെ കറണ്ട് എനർജി, അവരുടെ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് എനർജി എന്താണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, എൻ്റെ ഓഡിയൻസിൻ്റെ കറണ്ട് എനർജി എന്താണ്? റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഓഡിയൻസിൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ കോർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ക്യാരക്ടർ, ഇപ്പോഴുള്ള ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ, നിങ്ങളുടെ കറണ്ട് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ കറണ്ട് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ, നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? നിങ്ങളുടെ പഴയ ക്യാരക്ടർ എന്താണ്? നിങ്ങളുടെ പഴയ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഓൾഡ് ക്യാരക്ടർ ഓർ പേഴ്സണാലിറ്റി, ഓൾഡ് ക്യാരക്ടർ ഓർ പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ലൈഫിൽ വന്നിട്ടുള്ള മേജർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ചിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ ഇമോഷൻസ്, അപ്പോൾ ആരോടും പറയാത്ത, നിങ്ങൾ ഷെയർ ചെയ്യാത്ത ഇമോഷൻസ് അല്ലെങ്കിൽ മുറിവുകൾ, വൂൺസ് എന്തെങ്കിലും നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണമായിട്ടുള്ളതുണ്ടോ? ഹിഡൻ ഇമോഷണൽ വൂൺസ് ഓർ ഹിഡൻ ഇമോഷൻസ് എന്തെങ്കിലും ഇതിന് കാരണമായിട്ടുണ്ടോ, ഈ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണമായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുക? നിങ്ങളുടെ ക്യാരക്ടറിൽ ഇനി എന്ത് മാറ്റമാണ് വരാൻ പോവുക? ഇനി നിങ്ങൾ എങ്ങോട്ടേക്കാണ് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാരക്ടർ വൈസ്. ഇനി നിങ്ങൾ എത്താൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ടെമ്പറൻസ് എന്ന് പറഞ്ഞൊരു മേജർ ആഖാന കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പോഴത്തേത് നോക്കാം. ഓക്കെ, സോ ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ആൻഡ് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ക്യാരക്ടർ നോക്കാം. ഇറ്റ്സ് ഏസ് ഓഫ് വോൺസ് ആണ്. നിങ്ങൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ വന്നിട്ടുള്ളതെന്ന് നോക്കാം. മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ക്യാരക്ടറിൽ വന്ന ആ ഒരു ചേഞ്ചിനുള്ള റീസൺ നോക്കാം. ഇറ്റ്സ് എ ജഡ്ജ്മെൻറ്റ് കാർഡ്. ഓക്കെ, ആൻഡ് എന്ത് ഇമോഷണൽ വൂൺസ് അല്ലെങ്കിൽ ഹിഡൻ വൂൺസ്, എന്തെങ്കിലും വേദനകളോ പാഠങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ക്യാരക്ടർ ചേഞ്ചിന് കാരണമായിട്ടുണ്ടോ നോക്കാം. ഓഫ് കോഴ്സ് 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിനി എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഉള്ള ഒരു മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് എന്നുള്ള ഒരു കാർഡാണ്. സോ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലാണ് ഓൾറെഡി. നിങ്ങൾ സെൽഫ് ലവിലേക്കുള്ള യാത്രയിലാണ്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളിനി ആ ഒരു യാത്രയിലാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അതായത് നിങ്ങളെ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്തുക, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ആ ഒരു യാത്രയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളിപ്പോൾ അന്വേഷിച്ച് അത് കണ്ടെത്തി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിനിമ കാണാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്പേസ് വൃത്തിയാക്കി വെക്കുന്നതായിരിക്കാം, നിങ്ങളെ തന്നെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതായിരിക്കാം, നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ തേടി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൂടി പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. മറ്റുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കുന്നില്ല. ഓക്കെ, നിങ്ങളൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ കാണാൻ ഇഷ്ടം, നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം, അതാണ് നിങ്ങളുടെ ഇനിയത്തെ യാത്ര എന്ന് പറയുന്നത്. അവിടെ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതൊരു ഫുൾഫിൽമെൻറ്റ് എനർജിയാണ്. നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്നതിലൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു യാത്രയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു യാത്ര ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ പീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസമാധാനമാണ് എന്തിനേക്കാളും വലുത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറൻസ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണെന്ന് പറയാം. അതായത് നിങ്ങളിപ്പോൾ എല്ലാത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹീലിങ്ങിനാണ്. ഓക്കെ, ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരിക. അല്ലെങ്കിൽ റഷ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ മടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നിങ്ങൾ മടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഒരു ബാലൻസ് ആയിട്ടുള്ള, ഇമോഷണലി നിങ്ങൾ വളരെ സമാധാനമായിട്ടിരിക്കും, നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെ എല്ലാം ഒന്ന് അലൈൻ ചെയ്ത് ഒന്ന് പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ലൈഫ് വേണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാം എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. ഇവിടെ ക്ഷമ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം, ഒരുപാട് ബഹളങ്ങൾക്ക് ശേഷം, നിങ്ങളെ എന്താ പറയുക, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്ന ഒരു സമയത്തിന് ശേഷം നിങ്ങൾ പതിയെ ക്ഷമ എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇമോഷണലി മാത്രമല്ല, അതായത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറച്ചുകൂടി ലോജിക്കലായിട്ടൂടി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. വളരെ കെയർഫുൾ ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇപ്പോഴും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ആ എക്സ്ട്രീം ഒരു നിരാശ, അല്ലെങ്കിൽ എക്സ്ട്രീം വേദനകൾ, അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് നിങ്ങളെ പോലും നിങ്ങൾക്ക് മനസ്സിലാവാതിരുന്നൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ ശരിക്കും അന്വേഷണത്തിലാണ്, പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രസൻറ്റ് ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾ വളരെ ഇമോഷണലി പറയുവാണെങ്കിൽ സ്ട്രോങ് ആണ്, ഗാർഡഡ് ആണ്. അതായത് നേരത്തെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് നിങ്ങൾ നല്ല ബുദ്ധിയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ശരിക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് ലൈഫിൽ, അതാണോ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക, അതൊക്കെ തമ്മിലൊന്ന് വേർതിരിച്ച് ഒരു വളരെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ കട്ട് ചെയ്ത് കളയാൻ ഇപ്പോൾ നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ അത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിയതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അർഹത ഉള്ളവരല്ല, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ എല്ലാവരും അർഹതയുള്ളവരല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, വിസ്ഡം, ജ്ഞാനമുള്ളൊരു സമയത്താണ് ഇപ്പോൾ നിങ്ങളുള്ളത്.
പക്ഷേ നിങ്ങൾക്ക് ഓൾസോ ഒരു ഇമോഷണൽ ബൗണ്ടറീസ് ഉണ്ട്, ആരോടൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങളുടെ പാസ്റ്റ് ക്യാരക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു. പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് അങ്ങനെ നിന്നൊരു വ്യക്തിയാണ്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ലൈഫിൽ, ഫയർ ആയിരുന്നു. ഓക്കെ, റിസ്ക് ഒക്കെ എടുക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വലിയ മടിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. റിസ്ക് എടുത്തതിൻ്റെ ഫൈനലി എന്താണെന്ന് അറിയില്ലായിരിക്കും, ബട്ട് റിസ്ക് എടുക്കാനായിട്ട് റെഡിയായിരുന്നു. നിങ്ങൾക്ക് വളരെ ഇമ്പൾസീവ് ഡിസിഷൻസ് ആയിരുന്നു, അത് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരാളായിരുന്നു. ദേഷ്യപ്പെടുക, പെട്ടെന്ന് ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഭയങ്കര ഓപ്പൺ ആയിരുന്നൊരു വ്യക്തിയാണ്. അതായത് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10 പേരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം 10 പേരോട് പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണലി നിങ്ങളെ ഹർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരാളോട് പറഞ്ഞ് ഷെയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സമാധാനമാവുക. നിങ്ങളിൽ തന്നെ ഒന്ന് പിടിച്ച് വെക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ പാസ്റ്റിലുണ്ടായിട്ടുള്ള വേദനകൾ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ നിന്ന് എന്തോ ഒരു സിമ്പതി, ആ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പുതിയ തുടക്കങ്ങളിൽ എടുത്തു ചാടാനുള്ള ഒരു ഇതുള്ള ആളായിരുന്നു. അതായത് നെക്സ്റ്റ് എന്താ വരുന്നതെന്ന് നോക്കാതെ ഓവർ തിങ്ക് ചെയ്യാനൊന്നും നിൽക്കില്ല, ജംപ്ഡ് ഇൻ ടു ദാറ്റ്, അങ്ങനെയാണ് ഒറ്റച്ചാട്ടം. അങ്ങനെ ആയിരുന്നു നേരത്തെ. അതിൽ നിന്നൊക്കെ ഒത്തിരി എനർജീസ് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ട്, ഭയങ്കര മെച്യൂർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു റീസൺ, ആക്ച്വലി നിങ്ങളുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ഉണർവ് വന്നിട്ട് അങ്ങനെ വേണ്ട അങ്ങനെ മതി അങ്ങനെയൊന്നും മാറിയ ഒരാളല്ല നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളിങ്ങനെ മാറിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, പല തെറ്റുകൾ റിപ്പീറ്റ് ചെയ്ത്, ഓക്കെ, ഒരുപാട് എഫേർട്ട് ഇട്ട് ഡിസിപ്ലിനോട് കൂടിയാണ് ഇന്നത്തെ വ്യക്തിയിലേക്ക് മാറിയിരിക്കുന്നത്. ഭയങ്കര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ, എല്ലാം എല്ലാവരോടും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് പല തവണ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് തെറ്റുകൾ ചെയ്ത് അതിൽ നിന്നും പഠിച്ചാണ് ഇന്നത്തെ നിങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരുന്ന സമയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ശരിക്കും വെറുതെ ഒരു ചേഞ്ച് അല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റീബിൽഡ് ചെയ്യുമായിരുന്നു നിങ്ങളെ തന്നെ. വീണ്ടും ഓരോരോ ചെറിയ പീസുകളാക്കി അടക്കി വെച്ച് വീണ്ടും നിങ്ങളെ തന്നെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായതാണ്. ഒരൊറ്റ സംഭവം മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ ഇന്നത്തെ നിങ്ങളിലേക്ക് മാറ്റാൻ കാരണമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോസ് ഓഫ് ചേഞ്ച് എന്താണ്? നിങ്ങളുടെ മാറാനുണ്ടായ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു വേക്കപ്പ് മൊമെൻറ്റ് ലൈഫിൽ വേണമെന്ന് തോന്നി. ഓക്കെ, ആളുകളെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി, നിങ്ങളുടെ വിലയെക്കുറിച്ചും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു മേജർ ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മേജർ ഈവൻറ്റ്, പല കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷന് റീസണാണ്. പക്ഷേ ഒരു മേജർ ഈവൻറ്റ്, ഒരു വലിയൊരു കാര്യം, നിങ്ങളെ നന്നായിട്ടൊന്ന് കുലുക്കിയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു ബ്ലൈൻഡ് ഐ അങ്ങ് മാറി, നിങ്ങളിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയത് ആ ഒരു വലിയ ഷേക്കിന് ശേഷമാണ്, ആ ഒരു വലിയ സംഭവത്തിന് ശേഷമാണ്. ഓക്കെ, സോ നിങ്ങൾക്കിനി ഒരിക്കലും ആ പഴയ നിങ്ങളിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ടൈം മാത്രമാണ്. സോ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണെന്ന് കൂട്ടിക്കോളൂ. ഈ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ സ്പിരിച്വലി ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ടായിരിക്കും, ചിന്താഗതികൾ ഒത്തിരി മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു റീസണുണ്ട് നിങ്ങൾക്കതിന്. ഓക്കെ, ഇനി നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്ത ലെസൺസ്, വോൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആക്ച്വലി നിങ്ങൾക്കിവിടെ ഒരു ചതിയുടെ എലമെൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വേദന, ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പെയിൻ. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ നിങ്ങളുണ്ടായിരുന്നൊരു ഗ്രൂപ്പിൽ നിന്നുണ്ടായിട്ടുള്ള പെയിൻ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചതി, വേറൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു ചതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. മേ ബി നിങ്ങളിത് ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെയധികം ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ പുറമേ വളരെ നല്ലതാക്കി കാണിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ, പക്ഷേ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ സർക്കിൾ, നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്, നിങ്ങളുടെ എല്ലാമാണെന്ന് കരുതിയിരുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ്, നിങ്ങളെ വളരെ നിരാശരാക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ആരോടും മേ ബി ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ അധികം ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അതൊരു വൂണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അല്ല എന്നൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത എല്ലാവരും ശരിക്കും നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു വേദന നിങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുമുണ്ട്. സോ അവിടെയാണ് ആ ഒരു ഇന്നസെൻസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇന്നസെൻ്റ് ആയിരുന്നു. ശരിക്കും ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതെന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു എനർജി എന്ന് മാത്രമല്ല, നമ്മളൊരു ശരിക്കും പൊട്ട് ആവുക എന്ന് പറയില്ലേ, ചിലപ്പോൾ പൊട്ടിയാവുക, പൊട്ടനാവുക എന്ന് പറയില്ലേ, ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് മാറിയത് ഈ ഒരു എക്സ്പീരിയൻസോടുകൂടിയാണ്. നമ്മൾ കാണുന്നത് പോലെയല്ല എല്ലാത്തിനും ഒരു വേറൊരു സൈഡ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഈവൻ നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത ഒരു എനർജിയാണ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആരായിട്ടാണ് മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ 2 of Pentacles എന്ന് പറഞ്ഞ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വീണ്ടും ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുത്തുകയാണ്. അതായത് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ലൈഫിൽ ഹാപ്പിനെസ് അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കാൻ കൂടി പഠിച്ചു എന്നുള്ളതാണ്. ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം പലതും അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും അങ്ങ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബുദ്ധിപരമായിട്ട് ഒരുപാട് പ്രയോറിറ്റീസ് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ ബുദ്ധിപരമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. ഓക്കെ, നിങ്ങൾ ലൈഫ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന, ടെമ്പറൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കാർഡാണ്. ഒരു ബാലൻസ് ആണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ ട്രാൻസിഷനാണ്, ഫുള്ളി നിങ്ങൾ സെറ്റിൽഡ് ആയിട്ടില്ല. ആൻഡ് സോ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് വഴി നിങ്ങൾ ട്രെയിൻ ചെയ്ത് എടുത്ത ആളുകളാണ്. അതുപോലെ തന്നെ ഒരു മേജർ എക്സ്പീരിയൻസ്, നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മേജർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഇന്നത്തെ സെൽഫ് അവേക്കനിങ്ങിന് കാരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബിട്രയൽ, ഒരു ചതിയുടെ എലമെൻറ്റ് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് എലമെൻറ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോഴാണ്, അത് നിങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, അത് വന്നപ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും വെളിച്ചം വന്നതെന്ന് പറയാം. സോ ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴായിരിക്കും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.